പുതിയ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിമുട്ടിയതിനാൽ ഗ്രീക്ക് സ്ട്രൈക്കർ ഡിമിട്രിയോസ് ഡയമൻകോസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുമായി ഗ്രീക്ക് സെന്റർ ഫോർവേഡിന്റെ നിലവിലെ കരാർ സീസൺ അവസാനത്തോടെ അവസാനിക്കും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഓഫർ സ്വീകരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. കൊച്ചിയിൽ 2 മികച്ച സീസണുകൾ കളിച്ച ഡയമൻകോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തയ്യാറാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഓഫർ ഈ സീസണിൽ ലീഗിന്റെ മുൻനിര സ്കോറർ എന്ന നിലയിൽ 13 ഗോളുകൾ അദ്ദേഹത്തിന് പര്യാപ്തമല്ല. ഒരു കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിലവിൽ നിശ്ചലാവസ്ഥയിലാണ്. ഗ്രീക്ക് താരം മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല. ക്ലബിന്റെ ഓഫറിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ദിമി. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നിർദ്ദേശം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഡയമൻകോസ് കരാർ നീട്ടാൻ ഒരു സാധ്യതയുമില്ല. ഈ അവസരം മുതലെടുത്ത് താരത്തെ സ്വന്തമാക്കാൻ കാത്തുനിൽക്കുകയാണ് മറ്റു ക്ലബ്ബുകൾ. ശരിയായ ഓഫറിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ടീമുകൾ ചർച്ചകൾ ആരംഭിച്ചു. ഡിമിട്രിയോസ് ഡയമൻകോസിന്റെ നഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടിയാകും. 2022-23 സീസണിന് മുന്നോടിയായുള്ള ഫ്രീ ട്രാൻസ്ഫറിൽ ഡിമിട്രിയോസ് ഡയമൻകോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നത്. 20 ISL ഗെയിമുകളിൽ നിന്ന് 10 ഗോളുകളും 3 അസിസ്റ്റുകളും നേടിയ ആദ്യ സീസണിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുത്തു. 17 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളും 3 അസിസ്റ്റുകളും നേടിയ ഡയമൻകോസ് ഈ സീസണിൽ കൂടുതൽ മികച്ച ഫോമിലാണ്. പ്ലേ ഓഫിന് മുമ്പുള്ള സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ ഹൈദരാബാദ് FCയെ നേരിടാനൊരുങ്ങുകയാണ് ഉഗമാനോവിച്ച് ടീം. പരിക്ക് മൂലം ഡയമൻകോസ് പുറത്താണ്.